Hi everyone, welcome to Exam Toppers. നമുക്കിന്ന് 7th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുഞ്ഞീസ് ക്ലാസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസൊക്കെ കാണാവുന്നതാണ്. കുഞ്ഞീസ് ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ചാനലിലേക്ക് വരികയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസൊക്കെ കാണാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ രണ്ട് ചാനലും ക്ലാസ്സസൊക്കെ അറ്റൻഡ് ചെയ്ത് വീഡിയോസൊക്കെ ലൈക്ക് ചെയ്ത് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻസൊക്കെ ഓൺ ചെയ്ത് വെക്കുക. നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ വാസ് കൺസിഡേർഡ് എ ഫോറിനർ ഇൻ ദ പാസ്റ്റ്? ആരെയാണ് നമ്മൾ ഫോറിനറായിട്ട് കൺസിഡർ ചെയ്യുന്നത് പണ്ട് കാലങ്ങളിൽ? ഓക്കെ, ആൻസറിലേക്ക് പോവാം. According to the medieval period, any stranger who did not belong to a certain society or culture and was not a part of that particular village was regarded as a ഫോറിനർ. അപ്പം മെഡീവൽ പീരീഡിൽ ഒരു സ്ട്രേഞ്ചർ, ഒരു അപരിചിതൻ, ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിനോട് ഒരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ കൾച്ചറിൽ ഉള്ള ആളല്ലാണ്ട് പുറത്തുനിന്ന് വന്ന ഒരാൾ, അതുപോലെ തന്നെ ആ ഒരു വില്ലേജിൽ അംഗമല്ലാണ്ട് മറ്റൊരു വില്ലേജിൽ നിന്ന് വന്ന ആൾക്കാരെയൊക്കെയാണ്, അങ്ങനെയുള്ള ആ സ്ട്രേഞ്ചേഴ്സിനെയാണ് നമ്മൾ ഫോറിനേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, for example, a city dweller therefore might have regarded a forest dweller as a foreigner. അപ്പോൾ ഒരു സിറ്റി ഡ്വല്ലറിന് ഒരു ഫോറസ്റ്റ് ഡ്വല്ലർ ഫോറിനർ ആയിട്ട് തോന്നും അല്ലേ? ബട്ട് ഇഫ് ടു പീപ്പിൾ ബിലോങ് ടു ദി സെയിം വില്ലേജ് they are not foreigners in spite of their different religious or caste backgrounds. പക്ഷേ രണ്ടാൾക്കാർ ഒരേ വില്ലേജിൽ തന്നെയാണ് അവർ താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ കാസ്റ്റോ റിലീജിയൻസ് ബാക്ക്ഗ്രൗണ്ട്സോ ഒക്കെ ഡിഫറെൻ്റ് ആണെങ്കിൽ പോലും അവർ ഫോറിനേഴ്സ് അല്ല. ഒരു വില്ലേജിൽ താമസിക്കുന്നവർ ഒരിക്കലും ഫോറിനേഴ്സ് ആവില്ല. മറ്റൊരു വില്ലേജിൽ നിന്ന് ഒരാൾ വരികയാണെങ്കിൽ അവരെയൊക്കെയാണ് നമ്മൾ ഫോറിനറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ ആരായിരുന്നു ഒരു പാസ്റ്റിൽ ഒരു ഫോറിനർ എന്നുള്ള ടേമിൽ ആരെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുമെന്നുള്ളത് അല്ലേ? നമ്മുടെ വില്ലേജിലല്ലാണ്ട് മറ്റൊരു വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിനോട് സൊസൈറ്റിയോട് ഡിഫറെൻ്റ് ആയിട്ട് താമസിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫോറിനറായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് വെദർ ട്രൂ ഓർ ഫോൾസ്. ഇവിടെ താഴെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതൊക്കെ ഫോൾസ് ആണോ ട്രൂ ആണോ എന്നൊക്കെ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. First one, we do not find inscriptions for the period after 700. നമ്മൾ 700 എന്നുള്ള ആ ഒരു പീരീഡിന് ശേഷം ഇൻസ്ക്രിപ്ഷൻസ് കണ്ടിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ്. അത് ഫോൾസ് ആണ് അല്ലേ? നമുക്ക് ഇൻസ്ക്രിപ്ഷൻസൊക്കെ ഇപ്പോഴും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ടെമ്പിൾസിലും മൊണസ്ട്രീസിലും ഒക്കെ. അവിടെ നിന്ന് നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. സെക്കൻഡ് വൺ, ദി മറാത്താസ് അസേർട്ടഡ് ദെയർ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ ഒരു കാലഘട്ടം, അതായത് നമ്മളിപ്പോൾ പറയുന്ന കാലഘട്ടം ഏതാണ്? 700 to 1750 അല്ലേ? ഈ ഒരു കാലഘട്ടത്തിലാണ് മറാത്താസ് അവരുടെ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് അവർക്ക് ലഭിച്ചതെന്നാണ് പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. തേർഡ് വൺ, ഫോറസ്റ്റ് dwellers were sometimes pushed out of their lands with the spread of agriculture settlements. നമുക്കറിയാം, ഈ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ വന്നതിന് ശേഷം പല ഫോറസ്റ്റ് ഡ്വല്ലേഴ്സിനും അവരുടെ ആ നാച്ചുറലായിട്ടുള്ള ആ ഒരു ഹാബിറ്റാറ്റ് നഷ്ടപ്പെടുകയും അവർ അവിടെ നിന്നൊക്കെ മാറുകയും ചെയ്തു അല്ലേ? ഫോറസ്റ്റ് വിട്ട് അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്തു അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഫോർത്ത് വൺ, സുൽത്താൻ ഗിയാസുദ്ദീൻ ബാൽബാൻ കൺട്രോൾഡ് ആസാം, മണിപ്പൂർ ആൻഡ് കാശ്മീർ. റോങ് ആണ് അല്ലേ? ഇത് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ സുൽത്താൻ ഗിയാസുദ്ദീൻ ബാൽബാനെ കുറിച്ച് നമ്മൾ ടെക്സ്റ്റിൽ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്, നമ്മൾ ഫില്ലപ്പ് ചെയ്യുക. ഓക്കെ, ആർച്ചീവ്സ് ആർ പ്ലേസസ് വെയർ ഡാഷ് ആർ കെപ്റ്റ്. ആർച്ചീവ്സിൽ എന്താണ് നമ്മൾ സാധാരണ സൂക്ഷിക്കുന്നത്? മാൻസ്ക്രിപ്റ്റ്സ്. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സും ഇവിടെ വളരെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. മാൻസ്ക്രിപ്റ്റ്സും ഡോക്യുമെൻറ്റ്സും നമ്മൾ ആർച്ചീവ്സിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ 2 ആൻസേഴ്സ് എഴുതിയാലും കുഴപ്പമില്ല. ആർച്ചീവ്സ് ആർ ദ പ്ലേസസ് വെയർ മാൻസ്ക്രിപ്റ്റ്സ് ആർ കെപ്റ്റ്. ഡാഷ് വാസ് എ 14th century chronicler. ആരെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിച്ചത്? സിയാവുദ്ദീൻ ബരാനി അല്ലേ? അദ്ദേഹം ഒരു 14th century chronicler ആണ്. സി, ഇവിടെ കുറേ ഫിൽ ചെയ്യാനായിട്ടുണ്ട്. അതായത് എന്തൊക്കെയാണ് സം ഓഫ് ദ ന്യൂ ക്രോപ്സ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ സബ് കോണ്ടിനെൻറ്റ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സബ് കോണ്ടിനെൻറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ ക്രോപ്സ് എന്തൊക്കെയാണ്? പൊട്ടറ്റോസ്, കോൺ, ചില്ലീസ്,
ടീ ആൻഡ് കോഫി. ഇതൊക്കെയാണ് നമ്മുടെ ഈ സബ് കോണ്ടിനെൻറ്റിലേക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പുതിയ ക്രോപ്സ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് സം ഓഫ് ദ ടെക്നോളജിക്കൽ ചേഞ്ചസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് പീരീഡ്. ഈ ഒരു കാലഘട്ടത്തിൽ ഡെവലപ്പായിട്ടുള്ള ടെക്നോളജിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോളോയിങ് ആർ സം ഓഫ് ദ ടെക്നോളജിക്കൽ ചേഞ്ചസ് ദാറ്റ് വെയർ അസോസിയേറ്റഡ് വിത്ത് ദിസ് പീരീഡ്. ദ പേഷ്യൻ വീൽ ഇൻ ഇറിഗേഷൻ, ദ സ്പിന്നിങ് വീൽ ഇൻ വീവിങ്, ഫയർ ആംസ് ഇൻ കോമ്പാറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ടെക്നോളജിക്കലായിട്ട് ഈ ഒരു പീരീഡിൽ ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 കാര്യങ്ങൾ ഓർത്താൽ മതി. ദ പേർഷ്യൻ വീൽ ഇൻ ഇറിഗേഷൻ, ദ സ്പിന്നിങ് വീൽ ഇൻ വീവിങ്, ഫയർ ആംസ് ഇൻ കോമ്പാറ്റ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് വേർ സം ഓഫ് ദ മേജർ റിലീജിയസ് ഡെവലപ്മെൻറ്റ്സ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ഈ ഒരു പീരീഡിൽ ഡെവലപ്പായിട്ടുള്ള റിലീജിയൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ, ചേഞ്ചസ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. Some of the important and major religious developments that took place during this particular period are. ഇവിടെ ഞാൻ പോയിൻ്റ് ആയിട്ടാണ് ഈ ആൻസേഴ്സ് ഒക്കെ തന്നിട്ടുള്ളത്. നിങ്ങളും പോയിൻ്റ് ആയിട്ട് തന്നെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. തന്നെ അല്ല, പോയിൻ്റ് ആയിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്നത് ഓർത്തിരിക്കാനും സാധിക്കും. ഓക്കെ, ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? വർഷിപ്പ് ഓഫ് ന്യൂ ഡയറ്റീസ്. പുതിയ പുതിയ ദൈവങ്ങളെയൊക്കെ ആരാധിക്കാനായിട്ട് തുടങ്ങി. കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് ബൈ റോയാലിറ്റി. അമ്പലങ്ങളൊക്കെ ഒരുപാട് കൺസ്ട്രക്ട് ചെയ്ത ഒരു പീരീഡാണിത്. The growing importance of Brahmanas, the priests as dominant groups in society. ബ്രാഹ്മണാസിനെ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി, അവരെ ഡോമിനൻ്റ് ആയിട്ട്, അതുപോലെ തന്നെ അവരെ ഈ പ്രീസ്റ്റൊക്കെ ആയിട്ട് നിയമിച്ചു. The emergence of the idea of bhakti, of a loving personal deity that devotees could reach without the aid of priest or elaborate rituals. എന്തെങ്കിലും പ്രീസ്റ്റിൻ്റെ അല്ലെങ്കിൽ റിച്വൽസിൻ്റെ ഒന്നും സഹായമില്ലാണ്ട് തന്നെ ഒരു ഭക്തന് ഡയറക്റ്റായിട്ട് ദൈവത്തെ പൂജിക്കാനുള്ള അവസരം. അതുകൊണ്ടാണ് ഈ ഭക്തി എന്ന് പറയുന്ന ആ ഒരു ഐഡിയ എമേർജ് ചെയ്തത്. The appearance of many new religions occurred during this period. During the 17th century, the merchants and the migrants introduced the teachings of the Holy Quran in India. അതുപോലെ തന്നെ പുതിയ പുതിയ റിലീജിയൻസൊക്കെ ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്തേക്ക് വന്നത്. അതായത് 17th സെഞ്ച്വറിയിൽ മെർച്ചൻസും മൈഗ്രൻസും ഒക്കെ ഹോളി ഖുറാനും അതിലെ ടീച്ചിങ്സും ഒക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള റിലീജിയസ് ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഇൻ വാട്ട് വേസ് ഹാസ് ദ മീനിങ് ഓഫ് ദ ടേം ഹിന്ദുസ്ഥാൻ ചേഞ്ച്ഡ് ഓവർ ദി സെഞ്ച്വറീസ്. ഓരോ കാലഘട്ടങ്ങൾ മാറുന്നതനുസരിച്ചും എങ്ങനെയാണ് ഈ ഹിന്ദുസ്ഥാൻ എന്നുള്ള ആ ഒരു ടേമിൻ്റെ മീനിങ് മാറിക്കൊണ്ടേയിരുന്നത്. ഓക്കെ, the meaning of the term Hindustan has eventually changed over the past centuries. Today the term Hindustan is referred to denote India. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഹിന്ദുസ്ഥാൻ എന്നുള്ള ടേം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് അല്ലേ. അപ്പോൾ ഇന്ത്യനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു ടേം യൂസ് ചെയ്യുന്നത്. But during the 13th century, the term was used by Minhaj-i-Siraj, a chronicler of lands that belonged to the Delhi Sultan. അപ്പം 13th സെഞ്ച്വറിയിൽ മിൻഹാജ്-i-സിറാജ് എന്ന് പറയുന്ന ക്രോണിക്കിൾ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു ടേം യൂസ് ചെയ്തത് ഒരു പൊളിറ്റിക്കൽ സെൻസോടെയാണ്. അതായത് ഡൽഹി സുൽത്താൻ ഭരിച്ചിരുന്ന സ്ഥലങ്ങളെ മാത്രമാണ് ഈ ക്രോണിക്കിൾ ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ 13th സെഞ്ച്വറിയിൽ ഡൽഹി സുൽത്താൻ ഭരിച്ചിരുന്ന രാജ്യങ്ങളുടെ മാത്രമായിരുന്നു ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചിരുന്നത്. During the 14th century, the term Hind was used by Amir Khusro to refer to the culture and people of the Indus River. 14th സെഞ്ച്വറിയിൽ അമീർ ഖുസ്രു ഈ ഹിന്ദ് എന്ന് പറയുന്ന ഈ ഒരു ടേം യൂസ് ചെയ്തത് ഇൻഡസ് റിവറിൻ്റെ തീരത്ത് താമസിച്ചിരുന്ന ആൾക്കാരുടെ കൾച്ചർ, അതുപോലെ തന്നെ ആ ആൾക്കാരെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു ടേം യൂസ് ചെയ്തത്. Whereas during the early 16th century, Babur used the term Hindustan to describe the culture, geography and fauna of the inhabitants of the subcontinent. അതുപോലെ തന്നെ 16th സെഞ്ച്വറി ആയപ്പോഴത്തേക്കിന് ബാബർ ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ടേം കൊണ്ട് നമ്മുടെ സബ് കോണ്ടിനെൻറ്റിലെ കൾച്ചറും ജിയോഗ്രഫിയും ഫണ്ണയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പം
ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു ടേം യൂസ് ചെയ്യുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 13th സെഞ്ച്വറിയിൽ ഡൽഹി സുൽത്താൻ്റെ അധീനതയിലുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ടേം യൂസ് ചെയ്തിരുന്നത്. 14th സെഞ്ച്വറിയിൽ അമീർ ഖുസ്രു ഇൻഡസ് റിവറിൻ്റെ തീരത്തുള്ള ആൾക്കാരെക്കുറിച്ചും അവരുടെ കൾച്ചറെക്കുറിച്ചും പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ടേം യൂസ് ചെയ്തത്. 16th സെഞ്ച്വറിയിൽ ബാബർ ഈ ടേം കൊണ്ട് കൾച്ചർ, ജിയോഗ്രഫി, ഫണ്ണ ഒക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഈ ഒരു വാക്കിനും വന്നിരിക്കുന്ന മീനിങ്ങിലുള്ള വ്യത്യാസങ്ങൾ. ഓക്കെ, ബാക്കി എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഇന്ന് പഠിപ്പിച്ച അത്രയും എക്സസൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് പഠിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്, ഈ ചാപ്റ്ററിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുഞ്ഞീസ് ക്ലാസ് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടുന്നുണ്ട്. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കയറി ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക.